ഹലോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ചോറും കറികളൊക്കെ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ, പൊതിച്ചോറ് കെട്ടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന എന്തൊക്കെ കറികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ പൊതിച്ചോറിന് വേണ്ടിയുള്ള കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചോന്നമീൻ കറി, ഇങ്ങനെ കുരുമുളകിലിട്ട് വെച്ച കറിയാണ് കേട്ടോ, ഇത് വറ്റിച്ച് വെച്ചത്. പിന്നെ സാമ്പാർ ഇന്നലെ വെച്ചതാണ് കേട്ടോ. പിന്നെ ചുവന്ന ചീര വറവാക്കിയത്, ഇതിലൊരു തുള്ളി വെള്ളം പോലും ആക്കിയതാണ് വറവാക്കിയത് കേട്ടോ. പിന്നെ ചോന്നമീൻ പൊരിച്ചതാണ്, ഇത് കുരുമുളകിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ മുട്ട ആംപ്ലേറ്റ് ഉണ്ട്, പിന്നെ നല്ല അടിപൊളി ടേസ്റ്റുള്ള നാരങ്ങ അച്ചാർ. അപ്പോൾ ഇത്രയുമാണ് ഞാൻ പൊതിച്ചോറ് കെട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കറികൾ. അപ്പോൾ പൊതിച്ചോറ് കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ ഇല നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്, കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് അതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം. പിന്നെ ചോറ് വിളമ്പി അതിന് ശേഷം നമ്മൾക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് പിന്നെ ചീര വറവാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചീര വറവ് ഇട്ട് കൊടുത്തു. പിന്നെ മുട്ട ആംപ്ലേറ്റ് വെച്ച് കൊടുക്കാം. പിന്നെ വെച്ച് കൊടുക്കുന്നതാണ് ചോന്നമീൻ പൊരിച്ചത്. അപ്പോൾ 2 ചോന്നമീൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് നാരങ്ങ അച്ചാർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നാരങ്ങ അച്ചാർ കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ സാമ്പാറും മീൻ കറിയൊക്കെ ഞാൻ ഇതിലാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിലാക്കിയാൽ അതെല്ലാം ഒലിച്ച് താഴെ പോവില്ലേ, അതുകൊണ്ട് ആക്കുന്നില്ല. അപ്പോൾ അച്ചാറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കറികളൊക്കെ, ചോറും കറികളൊക്കെ ഇലയിൽ നല്ല വൃത്തിയിൽ തന്നെ പിന്നെ സൈഡിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇതാ നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറികൾ ഞാൻ വേറൊരു ബൗളിലാക്കി വെച്ചിട്ടാണ് ഉള്ളത്. അതിലാക്കിയാൽ അത് പുറത്തേക്കെല്ലാം ഒലിച്ച് പോകില്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിലാക്കിയിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾക്കിനി അരമണിക്കൂർ വരെ ഒന്ന് കെട്ടി വെക്കാം. അപ്പോൾ അതിൻ്റെ ആ ഇലയുടെ ആ ഒരു സ്വാദൊക്കെ ആ ഭക്ഷണത്തിൽ കിട്ടണമെങ്കിൽ അരമണിക്കൂറങ്ങ് വെക്കണം. അപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഇതാ പൊതിച്ചോറൊക്കെ കെട്ടി ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾക്കിനി തുറന്നു നോക്കാം കേട്ടോ. ഇതാ കണ്ടില്ലേ, എല്ലാം നല്ല മണം വരുന്നുണ്ട് കേട്ടോ. എന്തൊരു മണമെന്നറിയോ. അപ്പോൾ ഇതാ കഴിക്കാം. ഇത് കുറച്ച് പൊരിച്ച മീനിൻ്റെ കഷ്ണവും ആംപ്ലേറ്റിൻ്റെ കഷ്ണവും ഞാൻ ചാറ് കറി എടുത്തിട്ടാണ് കേട്ടോ ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇതാ എല്ലാവരും കഴിച്ചോ കേട്ടോ. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നല്ല രുചിയുണ്ട്. ആ കറിയിലെ എല്ലാ ഫ്ലേവറും ആ ഇലയുടെ ആ ചൂട് പിന്നെ ചോറായതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഫ്ലേവറെല്ലാം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോറൊക്കെ കഴിച്ചോ, എന്താണ് ഇന്നത്തെ കറിയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് കമൻറ്റ് കൂടി ഇടാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.